ലളിതമായ ഒരു ചിഹ്നത്തിലൂടെ ലോകമെമ്പാടും പരിചിതമായ ഒരു ബ്രാൻഡാണ് നൈക്കി. സ്പോർട്സ് ഷൂസ് നിർമ്മാണ വിതരണ മേഖലയിൽ ലോകത്ത് ഒന്നാം സ്ഥാനക്കാരായ നൈക്കി സ്പോർട്സ് അനുബന്ധ ഉപകരണ നിർമ്മാണത്തിലും മുൻനിരയിലാണ്. ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം നൈക്കി അത്രയേറെ സുപരിചിതമായ ഒരു ബ്രാൻഡാണ്. കാരണം വർഷങ്ങളോളം അവർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒഫീഷ്യൽ കിറ്റ് സ്പോൺസേഴ്സ് ആയിരുന്നു. ടീമിനെ പോലെ തന്നെ നൈക്കിയുടെ ടീം ജേഴ്സിയും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ ലോകമെമ്പാടും സ്പോർട്സ് മേഖലയിൽ സ്പോൺസേഴ്സായി വിജയം കൈവരിച്ച നൈക്കി പക്ഷേ ഇന്ത്യയിൽ മാത്രം പരാജയപ്പെട്ടു. എന്തായിരുന്നു അതിന് പിന്നിലുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം. 1971 ആരംഭിച്ച നൈക്കി എന്ന ബ്രാൻഡ് 1995 സിയറ ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസുമായുള്ള ഒരു ലൈസൻസിംഗ് കരാറിലൂടെയാണ് ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ചത്. ഒരു ദശാബ്ദത്തിനു ശേഷം അവർ നൈക്കി ഇന്ത്യ എന്ന തങ്ങളുടെ ഉപസ്ഥാപനം സ്ഥാപിച്ചു. ഒരു വർഷത്തിനു ശേഷം അവർ ക്രിക്കറ്റുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചു. 2005 5 വർഷത്തെ ഔദ്യോഗിക കിറ്റ് സ്പോൺസർഷിപ്പ് അവകാശങ്ങൾക്കായി BCCIക്ക് 1.97 ബില്യൺ രൂപ നൈക്കി നൽകി. ഇന്ത്യയിൽ ക്രിക്കറ്റ് തരംഗത്തെ മുതലെടുക്കാനാണ് നൈക്കി ശ്രമിച്ചത്. ഔദ്യോഗിക കിറ്റ് സ്പോൺസറാകാൻ വലിയ തുക മുടക്കിയത് ബ്രാൻഡിങ്ങിനും അപ്പാരൽ മെർച്ചൻഡൈസ് ലൈസൻസിനും വേണ്ടിയായിരുന്നു. പിന്നീട് കമ്പനി റീറ്റെയിൽ സാന്നിധ്യം വിപുലീകരിക്കുകയും ലാഭം കൊയ്യാനായി കാത്തിരിക്കുകയും ചെയ്തു. എന്നാൽ ക്രിക്കറ്റ് തന്ത്രം ഇന്ത്യയിൽ വിജയിച്ചില്ല. കാര്യമായ വരുമാനമുണ്ടായില്ല. ഇന്ത്യക്കാർ ടീം ജയിക്കുമ്പോൾ മുഖത്ത് പെയിന്റ് അടിക്കുകയും കളി കാണാൻ അതിർത്തികൾ കടന്നു പോവുകയും ചെയ്യുമെങ്കിലും ഷൂസ് വാങ്ങുമ്പോൾ വില നോക്കാറുണ്ട്. $36 ബില്യൺ മൂല്യമുള്ള നൈക്കിന്റെ ഓരോ വിപണിയിലേക്കും ഒരു കായിക ഇനത്തെ കൂട്ടുപിടിക്കുക എന്ന തന്ത്രം ഇന്ത്യയിൽ ദയനീയമായി പരാജയപ്പെട്ടു. 2006-2011 BCCIയുമായുള്ള കരാർ കാലയളവിൽ നൈക്കി നഷ്ടത്തിലായിരുന്നു. നൈക്കിയുടെ ആകെ മൊത്ത വരുമാനം 1 ബില്യൺ രൂപയിൽ നിന്ന് 2.5 ബില്യൺ രൂപയായി ഉയർന്നു. ഏറ്റവും ഉയർന്ന സമയത്ത് പോലും ക്രിക്കറ്റിൽ നിന്നുള്ള വരുമാനം മൊത്തം വരുമാനത്തിന്റെ 2% താഴെയായിരുന്നു. ഇത് നൈക്കിയെ ക്രിക്കറ്റിൽ നിന്ന് എന്നേക്കുമായി പിന്തിരിപ്പിക്കാൻ പോന്നതായിരുന്നു. പക്ഷേ 2011 ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ നൈക്കിന്റെ ക്രിക്കറ്റ് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയിൽ നേരിയ വർധനവുണ്ടായി. അത് അവരുടെ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകി. BCCIയുമായുള്ള കരാർ പുതുക്കുന്നതിന് കൊട്ടേഷൻ വന്നപ്പോൾ നൈക്കി അത് സ്വന്തമാക്കുകയും ചെയ്തു. ക്രിക്കറ്റിൽ വീണ്ടും വിശ്വാസം അർപ്പിക്കാൻ നൈക്കി തീരുമാനിച്ച സമയത്ത് റീറ്റെയിൽ സാന്നിധ്യം വേഗത്തിൽ വർദ്ധിപ്പിക്കാനും അവർ തീരുമാനിച്ചു. അതിനായി അവർ ഇന്ത്യയുടെ ഓരോ കോണിലും ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങി. സാധാരണഗതിയിലും താഴെയായി വില കുറച്ചു. വിദേശത്ത് കുറഞ്ഞത് $100 വിറ്റുകൊണ്ടിരുന്ന ഷൂസ് ഇന്ത്യയിൽ അതിൻ്റെ പകുതിയിലും താഴെ റേറ്റിൽ വിൽക്കാൻ തുടങ്ങി. 2010 150 മാത്രമുണ്ടായിരുന്ന ഔട്ട്ലെറ്റിൻ്റെ എണ്ണം വളരെ പെട്ടെന്ന് തന്നെ 300 കടന്നു. പക്ഷേ അവിടെയും നൈക്കിക്ക് പച്ച പിടിക്കാനായില്ല. ഷൂസിൻ്റെ തുക 1500 മുതൽ 3000 റേഞ്ചിൽ കുറച്ചിട്ടും ഓഫറിൽ നൽകിയിട്ടും കച്ചവട നിരക്ക് ഉയർന്നില്ല. അവരുടെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടാണ് വിലയും കുറച്ചത് എന്ന രീതിയിലുള്ള വാർത്തകളും അപ്പോൾ പ്രചരിച്ചിരുന്നു. 2015 ആയപ്പോഴേക്കും 500 കോടിയിലധികമായിരുന്നു നൈക്കി ഇന്ത്യയിൽ നിന്നും നേരിട്ട നഷ്ടത്തിൻ്റെ കണക്ക്. അതിനിടയിൽ അവർ താരങ്ങളുടെ സ്പോൺസർഷിപ്പിൽ നിന്നും പിന്മാറി. 2016 ഇന്ത്യയുടെ ന്യൂസിലാൻഡ് പരമ്പരയ്ക്കിടെ അജിങ്ക്യ രഹാനെ, രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, കേദാർ ജാദവ് തുടങ്ങിയ താരങ്ങൾ ലേബലില്ലാത്ത ബാറ്റുമായിട്ടാണ് കളിക്കാൻ ഇറങ്ങിയത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് മടങ്ങിയെത്തിയ നൈക്കി നഷ്ടക്കച്ചവടത്തിനിടയിലും അടുത്ത 4 വർഷത്തേക്കുള്ള ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർഷിപ്പ് 400 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി. എന്നാൽ താരങ്ങളിൽ പലരും നൈക്കിയുടെ ജേഴ്സി ക്വാളിറ്റിയിൽ സംതൃപ്തരായിരുന്നില്ല. അവർ BCCIയോട് ഇതേ ചൊല്ലി പരാതിപ്പെടുകയുണ്ടായി. കൂടുതൽ നഷ്ടത്തിലായ നൈക്കി തങ്ങളുടെ പല ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടി. 2020 കോവിഡിന്റെ വരവോടെ നൈക്കി BCCIയോട് കരാറിൽ കൺസെഷൻ ചോദിക്കുകയും തുക കുറച്ച് കോട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ BCCI അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതോടെ 1.5 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ഉണ്ടായിരുന്ന നൈക്കിയുടെ അസോസിയേഷൻ അവസാനിച്ചു. നൈക്കിക്ക് പിന്നാലെ MPL ഇന്ത്യൻ ടീമിന്റെ സ്പോൺസറായി. ശേഷം 2023 അഡിഡാസ് വമ്പൻ തുകയ്ക്ക് BCCIയുമായി കരാർ ഒപ്പിട്ടു. നിലവിൽ നൈക്കി ബിഗ് ബാഷ് ലീഗ് പോലുള്ള T20 ലീഗുകളിൽ സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട്. ലോകമെമ്പാടും വിജയകരമായ നൈക്കിക്ക് ഇന്ത്യയിൽ മാത്രം വിജയം കൈവരിക്കാനാകാത്തത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. വിൽപ്പനയുടെ കാര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ വില സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ, പ്രാദേശിക വിപണിയെക്കുറിച്ചുള്ള ധാരണക്കുറവ്, മറ്റു ബ്രാൻഡുകളുമായുള്ള കടുത്ത മത്സരം, ക്രിക്കറ്റിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തുടങ്ങിയ കാരണങ്ങൾ നൈക്കിക്ക് ഇന്ത്യയിൽ തിരിച്ചടിയായി മാറി എന്ന് വേണം കരുതാൻ.